എല്ലാവർക്കും നമസ്കാരം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാമർ ഭാഗത്തിൻ്റെ പാർട്ട് 2 ആണ്. ആദ്യത്തെ വാക്കാണ് മനസ്സി. മനസ്സി എന്ന് പറയുന്നത് മനഃശബ്ദത്തിൻ്റെ സപ്തമി ഏകവചന രൂപമാണ് മനസ്സി. അസ്മാൻ രണ്ടാമത്തെ വാക്കാണ് അസ്മാൻ. അസ്മത് ശബ്ദത്തിൻ്റെ ദ്വിതീയ ബഹുവചന രൂപമാണ് അസ്മാൻ. അസ്മാൻ എന്ന് പറയുന്നത് അസ്മത് ശബ്ദത്തിൻ്റെ ദ്വിതീയ ബഹുവചന രൂപമാണ്. മൂന്നാമത്തെ വാക്കാണ് വ്യരജയത്, രചിക്കുന്നു. രചയിതി എന്നുള്ള വർത്തമാനകാല രൂപത്തിൻ്റെ ലങ് രൂപമാണ് വ്യരജയത് എന്ന് പറയുന്നത്. ഈ രചയതി എന്നുള്ള ആ വാക്കിൻ്റെ കൂടെ നമ്മൾ വി എന്നുള്ള ഉപസർഗം ചേർക്കുമ്പോഴാണ് വ്യരജയത് എന്നുള്ള വാക്ക് കിട്ടുന്നത്. അടുത്തതാണ് സമർപ്പയത്, സമർപ്പിക്കുന്നു. അർപ്പയതി എന്നതിൻ്റെ ലങ് രൂപമാണ് സമർപ്പയത്. അപ്പം സമർപ്പയത് എന്നുള്ള വാക്ക് അർപ്പയതി എന്നതിൻ്റെ ലങ് രൂപമാണ്. അടുത്തത് നമ്മൾ പറയുന്നത് അയച്ചൻ. അയച്ചൻ എന്ന് പറഞ്ഞാൽ നൽകി എന്നാണ് അർത്ഥം വരിക. അതിന് യച്ഛതിയുടെ ലങ് രൂപമാണ്. യച്ഛതി എന്ന് പറഞ്ഞാൽ അർത്ഥം വരിക എന്താ? നൽകുന്നു എന്നാണ്. അതിൻ്റെ യച്ഛതി എന്ന വാക്കിൻ്റെ ലങ് രൂപമാണ് അയച്ചൻ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുന്നത്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.